മനസ്സിലാക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നിങ്ങളാ പണ്ടത്തെ 6-ാം നൂറ്റാണ്ടിലെ മതം തന്നെയാണ് പറയുന്നത്, അതൊന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല എന്ന് വിചാരിച്ച് വെച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലോകം പുരോഗമിക്കല്ലേ, അതിനനുസരിച്ച് ഇത് കാലമല്ലേ, അതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ആധുനിക ലോകത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ആശയക്കുഴപ്പമാണ് എന്നതിന് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയേണ്ടതില്ല. 1-2 എക്സാമ്പിളുകൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കി, ആത്മഹത്യയുടെ വിഷയം. ആത്മഹത്യയുടെ കാര്യത്തിൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ 309-ാം വകുപ്പ് പ്രകാരം അത് കുറ്റകരമായിട്ടായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമായിട്ടാണ് നമ്മൾ പീനൽ കോഡിൽ 309-ാം വകുപ്പ് പ്രകാരം എഴുതി വച്ചിരുന്നത്. എന്നാൽ 2017 പാർലമെൻറ്റ് പാസാക്കിയ ദേശീയ മാനസികാരോഗ്യ നിയമപ്രകാരം അത് കുറ്റവിമുക്തമാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഞാൻ അതിനെ ചെറുതാക്കി പറയുന്നില്ല. കാരണം മനുഷ്യന്മാർ ഒരു കാര്യം ഒരിക്കൽ പറയും, പിന്നെ അത് മാറ്റും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇനി മുതേന തിരിച്ചും വരും. അതുപോലെ തന്നെ സ്വവർഗരതി പ്രകൃതി വിരുദ്ധമാണെന്ന കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് മനുഷ്യ ലൈംഗികതയിലെ ഒരു വ്യതിയാനം മാത്രമാക്കി ഇപ്പോൾ അത് പുനർവിചിന്തനം ചെയ്തിരിക്കുകയാണ്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മദ്യത്തിൻ്റെ കാഴ്ചപ്പാട് അത് നിരോധിക്കണം എന്നതാണ് ഇവിടെയുള്ള ഒരു മുന്നണിയുടെ നയം. മറ്റൊരു മുന്നണിയുടെ നയമാകട്ടെ മദ്യം വർജിക്കണമെന്നതാണ്. ഈ നയങ്ങൾ പരസ്പരം എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. വന്യജീവികളുടെ കാര്യം പറയുകയും വേണ്ട. എന്താ അപ്പോൾ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തുള്ള നിയമത്തിൻ്റെ അവസ്ഥ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തിയ ഒരു രംഗം. അതായത് പുലി ഇറങ്ങുന്നു, കുട്ടികളെ പിടിക്കുന്നു, കടിക്കുന്നു, കടുവ കടിക്കുന്നു, അത് വിവാദമായി മാറുന്നു, പ്രശ്നങ്ങളായി മാറുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി പത്രക്കാരുടെ മുമ്പിൽ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ പറയണത്, എന്താ ചെയ്യുക, ഈ വിഷയത്തിലുള്ള നിയമങ്ങൾ വലിയ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുലി ഇറങ്ങിയാൽ ഇപ്പം നമ്മളെ നിയമം എന്ന് പറയുന്നത് ഒരു 6 അംഗ സമിതി ഉണ്ടാക്കണം. ആ 6 അംഗ സമിതി ഉണ്ടാക്കിയിട്ട് അത് യോഗം കൂടണം. അത് യോഗം കൂടിയിട്ട് തീരുമാനമെടുത്ത് അതൊരു മിനുട്ട്സ് തയ്യാറാക്കണം. എന്നിട്ട് ആ മിനുട്ട്സ് അനുസരിച്ച് കൊണ്ട് പിന്നെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നടപ്പാക്കണം. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് വായിച്ച ശേഷം മുഖ്യമന്ത്രി തന്നെ പറയണത്, അപ്പോഴേക്ക് പുലിയൊക്കെ പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ പത്രക്കാരൊക്കെ ഒന്നിച്ച് ചിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ നമ്മുടെ അധികാരികൾക്ക് പോലും അത് ഒരു തമാശയായി തോന്നുന്നുവെങ്കിൽ എത്രമാത്രം ബാലിശമാണ് ആ നിയമങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് മാറ്റേണ്ടതാണ്, പക്ഷേ അത് മാറ്റാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും തെരുവ് നായ്ക്കൾ കുട്ടികളെ കടിച്ചു കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കടിച്ചു കുടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ തെരുവ് നായ ശല്യത്തെ തീർക്കാൻ ഒരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് പോയി പറഞ്ഞാൽ എന്താ പറയുക, ഒരു ABC എന്ന് പറയും. ആ ABC എന്ന് പറയാൻ തുടങ്ങിയിടത്ത കാലമായി. ആർക്കും കൈവെക്കാൻ ധൈര്യമില്ല. അപ്പോൾ അവസാനം സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് പറഞ്ഞത് എന്താ, ആ തെരുവ് നായ്ക്കളൊക്കെ ഒരു ഷെൽട്ടറിൽ പെട്ടെന്ന് നടക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു 10,000 പട്ടികൾ നായ്ക്കളെ ഒരു വലിയ കൂട്ട് കൊണ്ടുപോയിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നിവൃത്തില്ല, കൊല്ലണം എന്ന് പറയാൻ പറ്റൂല. പിന്നെ എന്താ പറയാ? അതായത് മനുഷ്യനല്ല ഇവിടെ വില, മറ്റു ജീവജാലങ്ങൾക്കായിരിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യൻ കഴിഞ്ഞിട്ടേ വേറുള്ള ജീവികളൊക്കെ ഉള്ളൂ. മനുഷ്യനെ ബാധിക്കുന്ന, മനുഷ്യന് ദ്രോഹമുണ്ടാക്കുന്ന സംഗതികൾ ഇല്ലാതെയാക്കുക എന്നത് മനുഷ്യനോട് ചെയ്യുന്ന കാരുണ്യമാണ്, ആ ജീവജാലങ്ങളോട് കാണിക്കുന്ന കാരുണ്യമാണ്. അതല്ലാതെ അവയെ ഈ രീതിയിൽ വിട്ടുകഴിഞ്ഞാൽ അവ തന്നെ പ്രയാസത്തിലേക്കാണ് നീങ്ങുക. പക്ഷേ ഇതൊന്നും തിരിച്ചറിഞ്ഞ് മാറ്റം വരുത്താൻ കഴിയണില്ല. ഞാൻ പറയുന്നത്, നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. ശരിയായ പരിഹാരങ്ങളിലേക്ക് പലപ്പോഴും എത്തുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ ഓരോ സന്ദർഭത്തിലും നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം ലോകത്തിന് മുമ്പിൽ നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ നന്മയാണെന്ന് പറഞ്ഞത് നന്മയും തിന്മയാണെന്ന് വിധി എഴുതിയത് എന്നും തിന്മയുമായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാർഗം കാണിക്കുന്നത്. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് മാർഗം കാണിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഖുർആൻ സത്യമാണെന്ന് പറഞ്ഞത് എന്നും സത്യമായിരിക്കും, നന്മയാണെന്ന് പറഞ്ഞത് എന്നും നന്മയായിരിക്കും, തിന്മയാണെന്ന് പറഞ്ഞത് എന്നും തിന്മയായിരിക്കും. അതിൻ്റെ കാരണം എന്താ? അത് മനുഷ്യനിർമ്മിതമല്ല, അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാകുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ പോലും ഇക്കാര്യം വിസ്മരിച്ച് എപ്പോഴും മാറി മറിയാവുന്ന മനുഷ്യനിർമ്മിത ആ നിശ്ചല നിയമങ്ങൾക്ക് പിറകെ പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയം ഇസ്ലാം നൽകിയ ഒരു വ്യക്തമായ വീക്ഷണം അതിലുണ്ട്. വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും തന്നെ കുട്ടികളെ കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. കാരണം ഉപജീവനം നൽകുന്നത് എല്ലാവർക്കും നാമാണ്, സ്രഷ്ടാവാണ്, നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവാണ് എന്നാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിതഅൻ കബീറാ. വലാ തഖ്തുലൂ ഔലാദകും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കൊന്നുകളയരുത്. ഖശിയത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട്. നഹ്നു നർസുഖുഹും വഇയ്യാകും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത്, ഉപജീവനം നൽകുന്നത് നാം ആകുന്നു. ഇന്ന ഖത്ലഹും കാന ഖിതഅൻ കബീറാ, കൊലപാതകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം എന്താ, ഇസ്ലാമിലെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് വളരെ ക്ലിയറാണ്. ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലാൻ പാടില്ല. എന്നാൽ മാൽത്തൂസിയൻ തിയറി വാദിച്ചത് എന്താ? നമ്മുടെ ജനസംഖ്യാ ദിനം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദേശം എന്താ? ജനം കൂടാൻ പാടില്ല എന്നതാണ്. കാരണം ജനം കൂടിയാൽ പ്രശ്നമാകും. കാരണം അത് മാൽത്തൂസിയൻ തിയറി സ്വീകരിച്ചുകൊണ്ടുള്ള ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനം പെരുകിയാൽ ദാരിദ്ര്യമുണ്ടാകും, ഒരു വിഭവ പേടി, ആ വിഭവങ്ങൾ കുറഞ്ഞു പോകുമെന്ന പേടി. 1789 ടി.ആർ. മാൽത്തൂസ് എഴുതിയ ആൻ എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഒരു ആശയം, ഈ ഒരു തിയറി പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ തിയറിയുടെ ചുവട് പിടിച്ച് അമേരിക്കൻ ദമ്പതികളായ പേൾ ആർ എൽറിച്ചും അന്നെ എർലിച്ചും ചേർന്ന് 1968 എഴുതിയ പോപ്പുലേഷൻ ബോംബ് എന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, 1985 ആകുമ്പോഴേക്കും ലോകം ഭക്ഷ്യക്ഷാമത്തിൽ മുങ്ങിക്കുളിക്കും, സമുദ്രങ്ങളില്ലാതെയാകും, പാശ്ചാത്യ രാജ്യങ്ങൾ മരുഭൂമിയാകും, മൃഗങ്ങൾ ചത്തടിയും, ആയുർദൈർഘ്യം 42 കുറയും എന്നൊക്കെയാണ് 1985 സംഭവിക്കുന്ന സംഭവങ്ങളായിട്ട് പറഞ്ഞത്. എങ്ങനെയാവുമ്പോൾ ഇപ്പോൾ പോകുന്ന ഈ പോക്ക് ജനസംഖ്യ പോയി കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്നാണ്. എന്നിട്ട് എന്തേ സംഭവിച്ചു? ഇന്നാകട്ടെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ 2025 കാലഘട്ടങ്ങളാകുമ്പോൾ 8.2 ബില്യണ് മുകളിൽ ജനസംഖ്യ എത്തിയിട്ടും ഈ പറഞ്ഞതൊന്നും ലോകത്ത് സംഭവിച്ചിട്ടില്ല. ജനസംഖ്യ ഇരട്ടിയായപ്പോൾ ഭക്ഷ്യോൽപാദനം 3 ഇരട്ടിയായി വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മുടെ മുമ്പിലുള്ള ഒരു കണക്കാണ്. ഇത് പറയുമ്പോൾ ഈ ഒരു ജനസംഖ്യ വളർന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് കുടുംബാസൂത്രണം അഥവാ ഫാമിലി പ്ലാനിങ് എന്ന ഒരാശയം തന്നെ നമ്മുടെ രാജ്യം നടപ്പാക്കിയത്. അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് നമ്മുടെ കേരളമായിരുന്നു. അതിൻ്റെ തിക്തഫലം ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ഇന്ന് രാഷ്ട്രീയക്കാരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ? ഇന്ത്യ രാജ്യത്ത് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയാണ് ഇന്ന് ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത് എന്താ? നമ്മുടെ അയൽ പ്രദേശമായ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വീട്ടിൽ ചുരുങ്ങിയത് 16 കുട്ടികളിലുണ്ടാണെന്നാണ്. അതെന്താ കണക്കെന്നറിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ മണ്ഡല പുനർനിർണയം നടക്കാനിരിക്കുകയാണ്. മണ്ഡല പുനർനിർണയം വരുമ്പോൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുക.
ജനസംഖ്യ നോക്കിയിട്ടാണ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെടുക. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാൽ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടെ ഫാമിലി പ്ലാനിംഗ് വൃത്തിയായി നടക്കാത്ത സംസ്ഥാനങ്ങളായതുകൊണ്ട് അവിടെ ജനസംഖ്യയിൽ കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും, ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. എന്നാൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ ജനസംഖ്യ എണ്ണത്തിൽ കുറവാണ്. ഫാമിലി പ്ലാനിങ് നടന്ന സംസ്ഥാനങ്ങളാണ്, ഏറ്റവും കൂടുതൽ നടന്ന് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജനസംഖ്യ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇവിടെ പുനർനിർണയത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും. എന്താ സംഭവിക്കുക? അപ്പോൾ രാഷ്ട്രീയമായി വലിയ തിരിച്ചടി വരാനിരിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്. അപ്പോഴാണ് എല്ലാവരും ഉണർന്നുകൊണ്ട് പറയുന്നത് എന്ത്? അതാണ് തമിഴ്നാട് പറഞ്ഞത്, 16 കുട്ടികളെങ്കിലും ഒരു വീട്ടിലുണ്ടായാലേ അവർ അതിജീവിക്കാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് പണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ത്? നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, ദാരിദ്ര്യം ഭയന്ന് കൊല്ലരുത്, ഒഴിവാക്കരുത്. ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയാണ് നല്ല സ്ത്രീ, അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്. പക്ഷെ അപ്പൊ കളിയാക്കി. എന്താ കളിയാക്കിയത്? പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടുന്ന ഒരു കൂട്ടമാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു, അല്ലേ? നിങ്ങൾക്ക് പെറ്റു കൂട്ടുകയാണ് പണി എന്ന് പറഞ്ഞു. ആ ആക്ഷേപിച്ച ആളുകളൊക്കെ ഇപ്പോൾ വിരല് കടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കിയ രാജ്യങ്ങളാകട്ടെ ഇന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൈനയാകട്ടെ, ജപ്പാനാകട്ടെ, റഷ്യയാകട്ടെ, ഉക്രൈനാകട്ടെ, ഇവരെല്ലാം തന്നെ തിരിച്ചു നടക്കലിൻ്റെ വഴിയിലാണ് ഇന്നുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സഹോദരങ്ങളെ, ചൈനയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? എന്താ ഇന്ത്യ പോപ്പുലേഷനിൽ 1-ാം സ്ഥാനത്ത് വരാൻ കാരണം? ഇന്ത്യയിൽ എണ്ണം കൂടിയതല്ല കാരണം, ചൈനയിൽ കുറഞ്ഞതാണ് കാരണം. ചൈനയായിരുന്നു 1-ാം സ്ഥാനത്ത് നിന്നിരുന്നത്. ആ 1-ാം സ്ഥാനത്ത് നിന്നിരുന്ന ചൈന എണ്ണം കുറഞ്ഞപ്പോൾ ഇന്ത്യ മുന്നിൽ വന്നു എന്ന് മാത്രം. ഇന്ന് ചൈനയുടെ ഭരണാധികാരികൾ ജനങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കരയാണ്. അവർ പറയുന്നത് എന്താ? ആദ്യം അവർ പ്രഖ്യാപിച്ചത് നമുക്ക് ഇനി ഒരു വീട്ടിൽ 3 കുട്ടികളെ പാടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ 2 പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇനി 1 പാടുള്ളൂ എന്ന് പറഞ്ഞു. അത് അംഗീകരിക്കാത്ത ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഒരു ആനുകൂല്യവും ലഭിക്കില്ലെന്ന് പറഞ്ഞു, ഇൻഷൂറുകൾ ലഭിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എണ്ണം കുറച്ചതാണ്. ആളുകൾ അത് കുറച്ചപ്പോൾ ഇപ്പോൾ സംഭവിച്ചത് റേഷ്യോ തെറ്റി. എന്താ റേഷ്യോ തെറ്റിയത്? അവിടെ പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടി, ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും എണ്ണം കുറഞ്ഞു. അത് 2 പ്രശ്നങ്ങൾക്ക് കാരണമായി. ഒന്ന്, വീടുകളിൽ ഈ പ്രായമുള്ളവരെ നോക്കാൻ ആളില്ലാതെയായി മാറി. കാരണം ആ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ആ കുട്ടി അവിടെ നിന്നുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ പരിചരിക്കണം. അവൻ പരിചരിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കാൻ പോകാൻ ആളില്ല. അധ്വാനിക്കാൻ പോയി കഴിഞ്ഞാലോ വീട്ടിൽ ഇവരെ നോക്കാൻ ആളില്ല. ഒന്നുകിൽ ഇവർ അനാഥമാകും, അതല്ലെങ്കിൽ ജോലി സ്ഥലങ്ങൾ കാലിയാകും. ഫാക്ടറികളിൽ ജോലിക്ക് ആളെ കിട്ടാത്ത അവസ്ഥ വന്നു. അത് നേരെ അനുഭവിച്ചു. അവിടെയുള്ള കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ പൂട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എന്താ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകൾ പൂട്ടിപ്പോകാൻ കാരണം? വീടുകളിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മാത്രമേ കളിപ്പാട്ടത്തിന് വിലയുള്ളൂ, വിറ്റുപോവുകയുള്ളൂ. കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ മക്കളില്ലാത്ത അവസ്ഥ. ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ചില തറവാടുകൾ തന്നെ നാമാവശേഷമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പ്രായമുള്ള ഒരു മനുഷ്യൻ കൊക്കിക്കുരച്ച് ഒരു ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ചില ആളുകൾ ചൂണ്ടിയിട്ട് പറയൂത്രേ, ഇന്ന വംശത്തിൽ അവസാനത്തെ ആളാണ് ഇരിക്കുന്നത്, അയാൾ കൂടി മരിച്ചാൽ ആ വംശം ഇവിടെ കഴിഞ്ഞു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇന്ന് ചൈനയിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴാണ് ചൈനയുടെ ഭരണാധികാരികൾ നാട്ടുകാരുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നത്, ഇനി ഒരു വീട്ടിൽ മിനിമം 5 കുട്ടികളെങ്കിലും വേണം. പക്ഷേ പറഞ്ഞപ്പോൾ ആരും കേൾക്കുന്നില്ല, അനുസരിക്കണില്ല. അപ്പോൾ വീണ്ടും അവർക്ക് ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വീടുകൾക്ക് വലിയ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കുകയാണ്. ഞാനിത് ഇത്ര വിശദമായി ഈ ചെറുവാടിയിലെ ഈ നാട്ടിൻ പ്രദേശത്ത് വന്നുകൊണ്ട് എന്തിന് പറയുന്നുവെന്ന് ചോദിച്ചാൽ, മുസ്ലിം പ്രൊഫൈലുകളിലുള്ള ചില ആളുകളെങ്കിലും ഇപ്പോ ഈ മതത്തെ കണക്കിന് കളിയാക്കാൻ, കശക്കി എറിയാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നതിൻ്റെ മർമ്മം? നിങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ ബസ് കിട്ടാത്തവരാണ്,
നിങ്ങൾ മതത്തെ മാറ്റത്തിന് വിധേയമാക്കാത്തവരാണ്. ഇത് പരിഷ്കരിക്കാത്തവരാണ്. മതമെന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം, മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ സമുദായത്തിൽ ആളുകൾ തന്നെ തയ്യാറാകുന്ന ഒരു കാലഘട്ടം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ശബ്ദത്തിൻ്റെ പരിധിയിൽ ഈ കാര്യങ്ങൾ ഇപ്പൊ ഇസ്ലാമിൽ എന്തൊക്കെയോ മാറ്റത്തിരുത്തലുകൾ വേണം. അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുണ്ട്. അത് 6ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്കേ പറ്റുള്ളൂ, പുരോഗമനത്തിന് പറ്റില്ല എന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോ, ഇസ്ലാം പറഞ്ഞിടത്തേക്ക് ലോകം കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, യൂട്ടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ യൂട്ടേൺ എടുത്ത് കരഞ്ഞു വരുമ്പോ ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് പ്രബുദ്ധതയുണ്ടെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് ഞാൻ ജനസംഖ്യ പറഞ്ഞത്. ആധുനിക ലോകം ആശയക്കുഴപ്പത്തിലായ മറ്റൊരു വിഷയം കേൾക്കണോ നിങ്ങൾക്ക്? അതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. എന്താ ഇസ്ലാമിക കാഴ്ചപ്പാട്? ഈ വിഷയത്തിൽ കൃത്യമായി ഇസ്ലാമിക കാഴ്ചപ്പാട് പറഞ്ഞു, മനുഷ്യവർഗത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്നാണ്. മനുഷ്യവർഗത്തിൽ 2 വർഗ്ഗേ ഉള്ളൂ, ആർക്കും സംശയം വേണ്ട. ഇവിടെ നിന്ന് എന്നെ കേൾക്കുന്നവരും ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മനുഷ്യവർഗത്തിൽ 2 വർഗ്ഗമേ ഉള്ളൂ. അത് സ്ത്രീയും പുരുഷനുമാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കതീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ആണും പെണ്ണുമായിട്ടായിരുന്നു നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത്. കൃത്യമായി വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മനുഷ്യരുടെ കൂട്ടത്തിൽ 2 ജെൻഡറേ ഉള്ളൂ എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ ഒരു വീടിൻ്റെ ചെലവ് ആര് വഹിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ചിലവഴിക്കുന്ന കാരണത്താൽ നിങ്ങൾ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകൾക്ക് മേൽ കൈകാര്യകർത്തൃത്വമുള്ളവരാകുന്നു പുരുഷന്മാർ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് പുരുഷാധിപത്യമല്ല. പുരുഷന് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളുമുണ്ട്, അതുപോലെ സ്ത്രീക്കുമുണ്ട്. പക്ഷേ പുരുഷൻ ആ കുടുംബത്തെ നയിക്കണം, അവൻ ആ കുടുംബത്തിൻ്റെ ചെലവ് വഹിക്കണം എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഞാൻ 2 കാര്യം പറഞ്ഞു. എന്നാൽ ജെൻഡർ ആക്ടിവിസം പറഞ്ഞത് എന്താ? ജെൻഡർ ആക്ടിവിസം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ആൺ പെൺ വ്യത്യാസം പറയാൻ പാടില്ല, ആണ് പെണ്ണ് എന്ന വ്യത്യാസം ഇനി പറയാൻ പാടില്ല. ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ സഹോദരിമാരുണ്ട്, ചിലപ്പോൾ മനസ്സിലാവില്ല, അവർക്ക് വേണ്ടി പറയാൻ. ബൈ ബർത്ത് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനമാക്കാൻ പറ്റൂല. ലേബർ റൂമിൽ നിന്ന് കുട്ടിയെ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക എന്താ? കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയാന്നല്ലേ ചോദിക്കുക. ഇനി അങ്ങനെ ചോദിച്ചത് ആൺകുട്ടിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആണാണ് എന്ന് ഇപ്പം തീരുമാനം എടുക്കണ്ട. അതെങ്ങനെ തീരുമാനിക്കേണ്ടത്? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാകുന്നു എന്നാണ്. അതായത് ഈ കുട്ടി വളർന്ന് വികസിച്ച് അത് സ്കൂളിലും ഒക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടി തീരുമാനിച്ചോട്ടെ. ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് വിചാരിക്കുക, ശരിക്കും പെൺകുട്ടിയാണ്, ശാരീരികമായിട്ടും മാനസികം ഒക്കെ പെൺകുട്ടിയാണ്. പക്ഷേ കുട്ടി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ കുട്ടി പറയണത് അതിൽ ടൈറ്റുള്ള ജീൻസും അതേപോലെ ബനിയനും കാര്യങ്ങളൊക്കെ ഇട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ട് ഞാൻ ഇനി മുതൽ ആണായി ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ ആ കുട്ടിയെ നിങ്ങൾ ആണായി പരിഗണിക്കണം. അതാണ് അവൻ്റെ ജെൻഡർ. ഇതാണ് സാമൂഹിക നിർമ്മിതി എന്ന് പറയുന്നത്. മനസ്സിലായോ? നേരെ തിരിച്ചും അങ്ങനെ തന്നെ. അതാണ് പറയുന്നത്, ബൈ ബർത്തിൽ ജെൻഡർ തീരുമാനമാകുന്നില്ല, അത് സാമൂഹിക നിർമ്മിതിയാണ്. അഥവാ ഓരോരുത്തരും കണ്ടെത്തേണ്ടതാണ്. അത് അവരുടെ മനസ്സിൽ തോന്നുന്നത് വകവെച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പുരുഷൻ ചെയ്യുന്നത് സ്ത്രീയും സ്ത്രീ ചെയ്യുന്നത് പുരുഷനും ചെയ്യുമ്പോഴേ തുല്യതയുണ്ടാവുകയുള്ളൂ എന്നാണ് ജെൻഡർ ആക്ടിവിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തൊക്കെ ജോലികൾ പുരുഷന്മാർ ചെയ്യുന്നുണ്ടോ അതൊക്കെ സ്ത്രീകൾ ചെയ്യണം, സ്ത്രീകൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതൊക്കെ പുരുഷന്മാരും ചെയ്യണം. അപ്പോഴേ എന്താവുള്ളൂ? നീതിയാവുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൻ്റെ ചെലവ് സ്ത്രീയും വഹിക്കണം, എങ്കിലേ സ്ത്രീ സ്വാതന്ത്ര്യമുള്ളവരാവുകയുള്ളൂ എന്നാണ് ഇന്ന് സ്ത്രീകളെ പെട്ടെന്ന് ചെറുപ്പക്കാരത്തികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് കുട്ടികളെന്താ വിവാഹത്തിന് തയ്യാറാകാത്തതെന്ന്?
ഈ ചിന്ത ഇന്ന് മുസ്ലിം സ്ത്രീകളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്തിനാണ് ചെറുവാടിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത്? എന്തിനാണ് ചെറുവാടിയിലെ പ്രവർത്തകന്മാർ ആയിരക്കണക്കിന് വീടുകളിൽ സ്ക്വാഡ് പോയത്? എന്തിനാണ് ലഘുലേഖ കൊടുത്തത്? എന്തിനാണ് ഇങ്ങനെ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലും ഇവിടെ പന്തലിട്ടത്? എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിന് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നത് എന്തിനാണ്? മൈക്ക് കെട്ടി ഇത് എല്ലാവരോടും വിളിച്ചു പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ജെൻഡർ ആക്ടിവിസത്തിന്റെ അടിയാധാരങ്ങൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് പോലും പടർന്ന് തീ കത്തി പടർന്നു കയറുന്നത് പോലെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാരും ഒക്കെ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും, അതൊന്നുമില്ല, അതൊക്കെ ഏതോ അമേരിക്കയിലോ അവിടെയും ഇവിടേക്കുള്ള വിശ്വാസ, ഞങ്ങളെ നാട്ടിലും നമ്മളെ വീട്ടിലൊന്നും അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഡിഗ്രിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ PGക്ക് പഠിക്കുന്ന പെൺകുട്ടിയോടൊന്ന് ചോദിച്ചു നോക്കൂ, മോളെ നിനക്ക് നല്ലൊരു വിവാഹം വേணுണ്ട്, കല്യാണം ആലോചിച്ചാലോന്ന് ചോദിച്ചു നോക്കി. അവൾ പറയുന്നത് ഇപ്പം പഠിക്കല്ലേ, ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കഴിയട്ടെ അറിയും. ഡിഗ്രി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പറയും PG കഴിഞ്ഞോട്ടെ എന്ന് പറയും. PG കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്ത് പറയും? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി നോക്കട്ടെ എന്ന് പറയും. എൻ്റെ പ്രായമുള്ള ഉപ്പമാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ചെറുവാടി ഈ ഗ്രാമപ്രദേശത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ പുരുഷന്മാരെ പറ്റി പറഞ്ഞിരുന്ന വാക്കാണത്, വരനെപ്പറ്റി പറഞ്ഞിരുന്ന വാക്കാണത്, ആൺകുട്ടിയെ പറ്റി പറഞ്ഞിരുന്ന വാക്കാണത്. എന്ത്? അവനൊരു ജോലിയാകട്ടെ, അവന് സ്വന്തം കാലിൽ നിൽക്കാനൊരു കരുത്തുണ്ടാകട്ടെ, എന്നിട്ട് അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നത് മാറി പെൺകുട്ടികളും എനിക്കൊരു ജോലി ഉണ്ടാകണം, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം, അതിനുശേഷമായിരിക്കണം എൻ്റെ വിവാഹം എന്ന തീരുമാനത്തിലേക്ക് പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ പെൺകുട്ടികൾക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താ അവരെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനും ഇട്ടുകൊടുത്ത് അടിത്തറ എന്താണെന്നറിയോ? നീ ഒരു പുരുഷൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിനക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടാകണമെങ്കിൽ നിനക്കൊരു ജോലി വേണം, നിനക്ക് സ്വന്തം വരുമാനം വേണം. ഒന്നുകൂടി കടത്തി പറഞ്ഞാൽ അവനെ വരച്ച വരയിൽ നിർത്തണമെങ്കിൽ നിനക്ക് സ്വന്തം വരുമാനം വേണം. ഇന്ന് സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ പീഡനത്തിൻ്റെ കഥകൾ കാണുമ്പോൾ അന്ന് വൈകുന്നേരം നടക്കുന്ന അന്തിച്ചർച്ചകളിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ സഹോദരിമാർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കാശുണ്ടെങ്കിലേ ഇവരൊക്കെ വരച്ച വരയിൽ നിർത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം, കാശുണ്ടാക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടല്ല. വീടിൻ്റെ ചെലവ് വഹിക്കുക എന്നത് സ്ത്രീയുടെ ഉത്തരവാദിത്തമേ അല്ല, അത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഇവിടെയുള്ള സ്വതന്ത്രവാദികൾ, ഇവിടെയുള്ള ഫെമിനിസത്തിൻ്റെ വക്താക്കൾ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? നിങ്ങൾ കൂടി ജീവിതത്തിൽ വരുമാനം ഉണ്ടാക്കണം, എന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടത്തണം, അപ്പോഴേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ. അവിടെ ആദ്യം തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ ശത്രുവായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തുണ്ട്? ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെ വിഷം കൊടുത്ത് കൊല്ലുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീകളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് 2 ഭാരമാണ് ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ സഹോദരിമാരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ 2 ഭാരം? ഒന്ന്, നിങ്ങൾ അധ്വാനിക്കാൻ വേണ്ടി പോകണം. രണ്ടാമത്തേത്, നിങ്ങളുടെ കുട്ടിയെ ഗർഭം ധരിക്കണം. അത് 9 മാസവും 10 ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജറാണ്. അതോടുകൂടി അവസാനിക്കുന്നില്ല. മിനിമം ഒരു 2 വർഷമെങ്കിലും ആ കുട്ടിക്ക് മുലയൂട്ടണം. അത്രയും കാലം ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് ആ കൊച്ചു കുഞ്ഞുങ്ങളുള്ള ഉമ്മമാർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് കുട്ടിയെ പ്രസവിക്കണം, അവളെ ഗർഭം ധരിക്കണം, പ്രസവിക്കണം, മുലയൂട്ടണം, അതോടൊപ്പം അവൾ അധ്വാനിക്കുകയും വേണം. ഇരട്ട ഭാരം ഒരു സ്ത്രീയുടെ തലയിൽ അടിച്ചു കയറ്റണം. എന്നിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കണം നീ സ്വതന്ത്രയാണ് എന്ന്. എന്നിട്ട് പുരുഷന്മാരോ ഇപ്പോൾ സൈനിയിലും അവിടെ ഇവിടെയൊക്കെ കാണുന്നത് എന്താ അറിയോ? സ്ത്രീകളൊക്കെ തൊഴിലിന് പറഞ്ഞയച്ചിട്ട് പുരുഷന്മാരിങ്ങനെ വീട്ടിൽ ഇരിക്കുക. സ്ത്രീകൾക്ക് ഞങ്ങളെന്തോ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ തോന്നുന്നു. അതൊന്നുമല്ല. ഈ
എന്നാൽ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പാടില്ലേ? ജോലിക്ക് പോകാൻ പാടില്ലേ? പോകാം, വരുമാനം ഉണ്ടാക്കാം. അതിനൊന്നും ഇസ്ലാം എതിരല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് അവർക്ക് അധ്വാനിക്കാം, അവർക്ക് തൊഴിലെടുക്കാം, അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാം. പക്ഷെ ആ സമ്പത്ത് കുടുംബത്തിൻ്റെ ചെലവിന് അവൾ ചെലവഴിച്ചിരിക്കണമെന്ന് ഇസ്ലാം അവളോട് പറയുന്നില്ല. അത് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം, അവളുടെ ഇഷ്ടമില്ലാതെ ഭർത്താവിന് അത് എടുക്കാനും പാടില്ല. ഭർത്താവാണ് ആ കുടുംബത്തിൻ്റെ ഭാരം വഹിക്കേണ്ട ഭാരവാഹി എന്ന് പറയുന്നത്. അതാ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്ന് ഉടമേൽ മറിഞ്ഞ് ഇന്ന് വിവാഹത്തിന് സാഹചര്യമില്ലാത്ത ഒരു മടുപ്പുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സുഹൃത്തുക്കളെ, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്കറിയാം, വലിയ പന്തലുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇത്രയും സംവിധാനത്തോടു കൂടി ഈ പ്രോഗ്രാം പൂർത്തിയാക്കണമെങ്കിൽ നല്ല ചിലവുണ്ടാവും നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ചിലവ് ഇവിടെ ഉള്ള നമ്മുടെ സംഘാടകരുടെ ചുമലിൽ മാത്രം വന്നാൽ ഇതുപോലെയുള്ള പരിപാടി ഭാവിയിൽ ഉണ്ടാവില്ല. എന്നാൽ ഈ ഇരിക്കുന്ന എല്ലാവരും ഇതിൽ കൈവച്ചാൽ, നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, എന്നാലും കഴിയുന്നൊരു വിഹിതം എല്ലാവരും ഇതിന് സഹായിച്ചാൽ ഇതുപോലുള്ള പരിപാടികൾ വീണ്ടും വീണ്ടും വെക്കാൻ നമ്മുടെ സംഘാടകർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ചിലവ് ഏകദേശം കണ്ടിട്ട് ഇന്നും നാളത്തെയും ചിലവ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഒരു വിഹിതം ഇന്നും കൊടുക്കുക, നാളെ ഒന്ന് ഒരുങ്ങി വരിക, സഹോദരിമാരൊക്കെ നാളെ കാശ് കൊണ്ട് വരണം, എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന് കൊടുക്കണം. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം നമ്മൾ കൊടുത്താലേ ഈ പ്രോഗ്രാമൊക്കെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അതുകൂടി സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലിബറലിസം എന്ന് പറയുന്നത്, ജെൻഡർ ആക്ടിവിസം എന്ന് പറയുന്നത്, ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വിവാഹം വൈകിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ കുട്ടികൾക്കിടയിൽ വന്നത്. അതുപോലെ ലെസ്ബിയൻ വിവാഹം മുസ്ലിം കുട്ടികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ന് ചില ആളുകളൊക്കെ, വാപ്പമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇനിയിപ്പോൾ കല്യാണം കഴിക്കണത് ആരെയായാലും വേണ്ടില്ല, ഒരു പെണ്ണിനെ കിട്ടി വന്നാൽ മതിയിരുന്നു. ഏതാണും ആണും തമ്മിൽ കല്യാണം കഴിക്കുന്ന കാലം, പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്ന കാലം, അതാണ് ലെസ്ബിയൻ, ഗേ എന്നൊക്കെ പറയുന്നത്. LGBTQ ആക്ടിവിസത്തെ മത്തയിട്ട കുട്ടികൾ പോലും പിന്തുണക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയകളൊക്കെ മൈക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അതിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ കുഴപ്പമെന്ന് മസ്തയിട്ട കുട്ടികളാണ് ചോദിക്കുന്നത്. NSSൻ്റെ ക്യാമ്പിൽ ഇന്ന് ഈ വിഷയങ്ങളാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങളിലെ NSS ക്യാമ്പ് നടക്കുമ്പോൾ സമദർശൻ എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ മൊഡ്യൂളിലുള്ളത് എന്താ, ഈ ജെൻഡർ ആക്ടിവിസത്തെയാണ് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, വിദ്യാലയങ്ങളിൽ ഈ ഒരു ലിബറൽ സംസ്കാരത്തിലേക്ക് വിദ്യാലയങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒട്ടനവധി വഴികൾ വെട്ടിത്തെളിച്ചു കൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിലൊരു കുട്ടിയെ ചേർത്ത് അവൻ 10-ാം ക്ലാസ്സിൽ പുറത്തു വരുമ്പോൾ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് നമുക്കറിയാം. ശരിക്കും 10 കൊല്ലം നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി സംസ്കാരമുള്ളവനാകണം. എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ, വിദ്യാഭ്യാസം മാനവ സംസ്കരണത്തിനുള്ളതാണ് എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ആ 10-ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞിറങ്ങി വരുമ്പോൾ, ഈ കഴിഞ്ഞ സെൻറ്റ് ഓഫിൻ്റെ അന്നൊക്കെ നമ്മൾ കണ്ടതെന്താ, രക്ഷിതാക്കളൊക്കെ ബൈക്ക് എടുത്ത്, ഓട്ടോറിക്ഷ എടുത്ത്, കാറെടുത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുകയാണ്, ഗേറ്റിൽ വന്ന് നിൽക്കുകയാണ്. എന്തിയ കാര്യം, വല്ല ജയിൽ പുള്ളികളെയും പിടിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതിൽ ചില കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ്റെ യൂണിഫോമൊക്കെ കീറിയിട്ടുണ്ട്, പോക്കറ്റൊക്കെ വലിച്ച് കീറിയിട്ടുണ്ട്. അങ്ങനെയാണ് കയറി പോണത്. എങ്ങനെയാണ് ഈ ഒരു അക്രമവാസന നമ്മുടെ കുട്ടികൾക്ക് വന്നത്? തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്തുകൊണ്ട് അവിടെ DJ പാർട്ടികൾ സംഘടിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ള ടെറഫുകൾ ഇന്ന് വ്യാപകമായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടെറഫിനെതിരായി പറയല്ല, ടെറഫുകളൊക്കെ ആവശ്യമാണ്. കാരണം വ്യായാമത്തിനും മറ്റു കാര്യങ്ങൾക്കും പൊതുസ്ഥലങ്ങളില്ലാത്തൊരു പ്രശ്നം നമ്മുടെ കേരളത്തിലുണ്ട്. അത് പരിഹരിക്കുവാൻ ടെറഫുകളൊക്കെ ആവശ്യമാണ്, കളികൾ ആവശ്യമാണ്. പക്ഷേ ആ ടെറഫുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ന് അവിടെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ്. ഇരുട്ടുള്ള റൂം ഉണ്ടാക്കുകയാണ്, മറച്ചുകൊണ്ട് ഇരുട്ടുള്ള റൂം ഉണ്ടാക്കി അതിൽ പുകയിട്ട് അതിലാണും പെണ്ണും +2-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതിനുള്ളിലേക്കാണ് മുളയുന്നത് കാണുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഓഫ് ആക്കിയിട്ട് പിന്നെ മ്യൂസിക് ഇട്ട് കണ്ട് ചാടുകയാണ്. DJ പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളുകൾക്കടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, കോളേജുകൾക്കടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ട്യൂഷൻ സെൻ്ററുകൾ ഇന്ന് ഈ വിഷയത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ട്യൂഷൻ സെൻ്ററുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതാ നല്ല ട്യൂഷൻ സെൻ്റർ എന്ന് ചോദിച്ചാൽ വിജയ ശതമാനം നോക്കിക്കൊണ്ടാണ് നമ്മൾ കുട്ടികളെ ചേർത്തിരുന്നത്.
എന്നാൽ ഇന്ന് കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ട്യൂഷൻ സെൻ്ററുകൾ എന്ന് പറയുന്നത് ഏതാ? അവർ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും കൂടുതൽ DJ പാർട്ടിക്ക് അവസരം കിട്ടുന്ന ട്യൂഷൻ സെൻ്റർ ഏതാണെന്ന് നോക്കുക. അത് മാസത്തിൽ ഒരു കൂട്ടർ പ്രഖ്യാപിച്ച തൊട്ടപ്പുറത്തുള്ള ട്യൂഷൻ സെൻ്റർ 2 ആക്കും. അപ്പോൾ മറ്റുള്ളവർ 3 ആക്കും. ഷഹബാസ് എന്ന് പറയുന്ന നമ്മുടെ തൊട്ടപ്പുറത്തുള്ള താമരശ്ശേരിയിലുള്ള ആ കുട്ടി നൻസക്കിൻ്റെ ആ ചങ്ങല കൊണ്ട് അടിയേറ്റ് കൊല്ലപ്പെടാനുണ്ടായ കാരണം ഒരു DJ പാർട്ടിയിലുണ്ടായ തർക്കമാണ്. ആ തർക്കമാണ് പിന്നീട് വികസിച്ച് കുട്ടികൾ തമ്മിൽ ചേരിതിരിഞ്ഞ് തല്ലുന്നൊരവസ്ഥയിലേക്ക് വന്നത്. അവൻ്റെ കണ്ണൊന്ന് നിങ്ങൾ പോയി നോക്കൂ എന്ന് പറയുന്ന വോയിസ് നിങ്ങൾ കേട്ടില്ലേ? 10ാം ക്ലാസ്സുകാരനാണ്, 8ാം ക്ലാസ്സുകാരാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവനെ വരക്കും എന്ന് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പറഞ്ഞാൽ നമുക്ക് തോന്നും അതെന്തോ ചെറിയൊരു വാക്കല്ലേ. പക്ഷേ വരക്കുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഭാഷകളാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങേണ്ട സംസ്കാരം എന്ന് പറയുന്നത്? സ്കൂൾ ടൂറുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളിൽ കയറിക്കഴിഞ്ഞാൽ അവർ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിച്ചിരുന്നു, കുറിപ്പുണ്ടാക്കിയിരുന്നു, അധ്യാപകർ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തു കൊടുത്തിരുന്നു. അങ്ങനെ വിനോദവും വിജ്ഞാനവും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ടുള്ള പഠനയാത്രകളായിരുന്നു നടന്നിരുന്നത്. ഇന്നതിനെ പറ്റി അലങ്കരിച്ച വാഹനങ്ങൾ കൊണ്ടുവന്ന് നിർത്തുന്നു, അതിലേക്ക് കയറുന്നു, അതങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് പോയി, പിന്നെ മങ്ങിയ ലൈറ്റ് വന്നു, പിന്നെ പുക വന്നു, പിന്നെ ചെകിടടക്കിക്കുന്ന മ്യൂസിക് വരുന്നു. ഈ +2-നും ഡിഗ്രിക്കും ഹൈസ്കൂളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ, മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം കെട്ടിപ്പിടിക്കുകയും മുമ്മ വെക്കുകയും അവിടെ തുള്ളിച്ചാടുകയും ചെയ്യുന്ന ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അതിശയോക്തിയുണ്ടോ എന്ന് അധ്യാപകർ പറയണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് രക്ഷിതാക്കൾ പറയണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തീവ്രവാദമുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും പറയണം. നമ്മുടെ അങ്ങാടികളിൽ നമ്മൾ കാണുന്നില്ലേ, ഹൈസ്കൂളുകളും കോളേജുകളും ട്യൂഷൻ സെന്ററുകളും ഒക്കെ വിട്ടിറങ്ങി പോകുമ്പോൾ പഴയതുപോലെയാണോ നമ്മുടെ അങ്ങാടികൾ ഇന്ന്? ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന കുട്ടികൾ, എത്ര ബസ് മുന്നിലൂടെ പോയാലും കുട്ടികളുടെ എണ്ണം കുറയുന്നില്ല. ബസ് സ്റ്റാൻഡിലേത് തൻ്റെ നാട്ടിലേക്കുള്ള ബസ് വരാത്തത് കൊണ്ടല്ല. ഒരു ബസ് വരും, അത് പോകട്ടെ, അടുത്തിന് പോകാമെന്ന് വിചാരിക്കും. അത് വരുമ്പോൾ അടുത്തിന് പോകാമെന്ന് വിചാരിക്കും. കാരണം എന്താ? ഇവൾ കാത്തുകൊണ്ടിരിക്കുന്ന ആളെത്തിയിട്ടില്ല, ഇവൻ കാത്തുകൊണ്ടിരിക്കുന്ന ആളെത്തിയിട്ടില്ല. ഓരോരുത്തരും ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ്, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ്, ബെസ്റ്റി എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പേരുകൾ ഇട്ടുകൊണ്ട് പല രീതികളിൽ നിന്ന് കൂടിയാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആ നാട്ടിലുള്ള ആ സാഹചര്യത്തിലേക്കാണ് നമ്മുടെ സ്കൂളുകൾ തോറും ഓരോ സമയവും സ്കൂൾ വിടുന്നതിന് മുമ്പ് അവിടെ പ്രത്യേകമായ ഒരു ഡാൻസ് കൊണ്ടുവരണമെന്ന ഒരു വിചിത്രമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതായത് ഇത് കൾച്ചറലി അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹങ്ങൾ ഇവിടെ ഉണ്ട്. ആ ആളുകൾക്കിടയിൽ കൂടി അതുണ്ടാവണം. അതിൽ നിന്ന് മാറി നിന്നാൽ അത് വലിയ പ്രശ്നമാണ്, അത് ഗവൺമെന്റിന്റെ ഓർഡറാണ്, പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഗവൺമെന്റിന് പറയാം, വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം, അതിനധികാരമുണ്ട്. പക്ഷേ ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങളുടെ മേലെ ഒരാൾക്കും കൈ ഉയർത്തുവാൻ അവകാശമില്ല. ഏതാണ് നമ്മുടെ രാജ്യം? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ രാജ്യത്ത് 2 കുട്ടികൾ ദേശീയ ഗാനം ചൊല്ലിയപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല. യഹോവ സാക്ഷികളിൽപ്പെട്ട 2 മതവിശ്വാസത്തിൽപ്പെട്ട 2 പെൺകുട്ടികളായിരുന്നു അവർ എഴുന്നേറ്റ് നിന്നില്ല. അധ്യാപകർ ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാത്തത്? ദേശീയ ഗാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ പവിത്രമായ ഒരു ഗാനമാണ്. അത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ മാത്രം എഴുന്നേറ്റ് നിൽക്കാതിരുന്നാൽ ശരിയല്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ മതവിശ്വാസം അതിന് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കില്ല. അപ്പോൾ ആ സ്കൂൾ അധികൃതർ ആ കുട്ടികളെ പുറത്താക്കി, TC കൊടുത്ത് പുറത്താക്കിയപ്പോൾ ആ കുട്ടികൾ കോടതിയിൽ പോയി. ചെറിയ കോടതികളിൽ നിന്ന് തുടങ്ങി അവസാനം സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി 2 ഭാഗത്തുമുള്ള വാദങ്ങൾ കൃത്യമായി കേട്ടു. പ്രോസിക്യൂഷനെ കേട്ടു, ഈ കുട്ടികളുടെ വക്കീലിനെ കേട്ട ശേഷം വിധി പറഞ്ഞതെന്താ? ഈ കുട്ടികളുടെ മതവിശ്വാസത്തിന് പോറലേൽക്കുന്നതാണ് ദേശീയ ഗാനമെങ്കിൽ അത് എഴുന്നേറ്റ് നിൽക്കുക എന്നത് അവരുടെ മതവിശ്വാസത്തിനെതിരാണെന്ന് അവർ വിശ്വസിക്കുന്നുവെങ്കിൽ അവരതിനെ നിർബന്ധിക്കാൻ പാടില്ല. ഏതൊരു വിദ്യാലയത്തിൽ നിന്നാണോ അവരെ പുറത്താക്കിയത്
അതേ വിദ്യാലയത്തിലേക്ക് അവരെ നിങ്ങൾ തിരിച്ചെടുക്കണമെന്ന് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിയുള്ള നാടിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയിലെ പൗരന്മാരാണ് നമ്മൾ. അതിലെ സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിലെ ജില്ലകളിലാണ് നമ്മളുള്ളത്. ആ ജില്ലകളിലെ സ്കൂളുകളിലാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആണും പെണ്ണും കൂടി പിറന്നുകൊണ്ട് ഡാൻസ് കളിക്കുക എന്നത് ഒരു വിശ്വാസിക്ക് യോജ്യമല്ല. അത് അംഗീകരിക്കുന്ന ആളുകൾക്ക് ചെയ്യാം, അതിനാരും ഇവിടെ വിമർശിക്കുന്നില്ല. പക്ഷേ നിർബന്ധപൂർവം അത് അധ്യാപകരും വിദ്യാർത്ഥികളും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനുസരിക്കുക എന്നത് നമുക്ക് ബാധ്യതപ്പെട്ട ഒരു കാര്യമേ അല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ ഒഴുകുന്നതിനോടൊപ്പം ഒഴുകുക. ഒരിക്കലും നമ്മുടെ സ്രഷ്ടാവെന്ന് പറയുന്നത്, നമ്മുടെ പടച്ചവൻ എന്ന് പറയുന്നത് സർക്കാരുകളല്ല, മറിച്ച് സർക്കാരുകൾ നമ്മുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ഒരു പൗരൻ ഇവിടെ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്വമുള്ള സംവിധാനത്തിന്റെ പേരാണ് സർക്കാർ, ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്താ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം എന്ന് പറയുന്നത്? യൂറോപ്യൻ സെക്യുലറിസം അല്ല ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. യൂറോപ്പിൽ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരാസത്തിന്റെ പേരാണ്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിന്റെ പേരാണ് അവിടെ സെക്യുലറിസം, മതേതരത്വം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ രാജ്യത്തോ മതേതരത്വം എന്ന് പറയുന്നത് പൗരന്മാർക്ക് മതമാകാം. ഇന്ത്യയിലെ പൗരന്മാർക്ക് അവർ വിശ്വസിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന ഏത് മതവും അവർക്ക് വിശ്വസിക്കാം. എന്നാൽ ഗവൺമെന്റിന് ഒരിക്കലും മതം ഉണ്ടാകാൻ പാടില്ല. സർക്കാരുകൾക്കൊരിക്കലും മതമുണ്ടാകാൻ പാടില്ല. സർക്കാരുകൾ എല്ലാ മതങ്ങളോടും തുല്യ അകലമായിരിക്കണം പാലിക്കേണ്ടത്. പൊതു ഇടങ്ങൾ, അത് വിദ്യാലയങ്ങളാകട്ടെ, സർക്കാർ ഓഫീസുകളാകട്ടെ, പോലീസ് സ്റ്റേഷനുകളാകട്ടെ, അവിടെ ഒരു മതത്തിൻ്റെയും ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മതപരമായി നമുക്കിത്തരം കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ, അത് മതത്തിൻ്റെ പേരിൽ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇന്നത് മഹാപാപമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ പറഞ്ഞത് എന്തായി, നിങ്ങൾ ഈ വിദ്യാലയങ്ങളെയൊക്കെ ഒരു മത റിപ്പബ്ലിക്കാക്കുകയാണോ എന്നാണ്, നിങ്ങളൊരു മതരാജ്യമാക്കുകയാണോ എന്നാണ്. നമുക്ക് തിരിച്ചു പറയാനുള്ളത്, ഇന്ത്യ രാജ്യം മത റിപ്പബ്ലിക്കല്ല, പോലെ തന്നെ മതരഹിത റിപ്പബ്ലിക്കുമല്ല. മതരഹിത റിപ്പബ്ലിക്കുമല്ല. വിദ്യാലയങ്ങളിൽ ഒരു ലിബറൽ മതം അടിച്ചേൽപ്പിക്കാനും പാടില്ല. അവിടെ മതവും പാടില്ല, അതുപോലെ തന്നെ ലിബറൽ മതവും പാടില്ല. രണ്ടും പാടില്ല. എന്തിനാണ് വിദ്യാലയത്തിലേക്ക് അത് കൊണ്ടുവരേണ്ട കാര്യം? മതത്തിൻ്റെ ഒരാഘോഷവും ഒരാചാരവും ഒരനുഷ്ഠാനവും പൊതുവിദ്യാലയങ്ങളിൽ വേണ്ടതില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ആ ഒഴിഞ്ഞു പോകുന്ന ഭാഗത്തേക്ക് ലിബറൽ മതത്തിൻ്റെ, അത് അങ്ങനെ തന്നെ പറയണം, അങ്ങനെ തന്നെ വിളിക്കണം അതിന് പേര്. ഒരു മതത്തിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ അത് അവരുടെ മതമാണ്, അതും വിദ്യാലയത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രീതി. മതനിരപേക്ഷതയാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തം എന്താ? വിദ്യാലയങ്ങളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക. അവിടെ ഓരോരുത്തരുടെയും അസ്തിത്വവും വ്യക്തിത്വവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർക്ക് അവിടെ വിദ്യാഭ്യാസം നടത്തുവാനുള്ള പരിരക്ഷ നൽകുക. അത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശമാണ്. ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് പലരും ഇതെല്ലാം മറന്നുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ജെൻഡർ തിയറി ഇവിടെ ചർച്ചയായപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ജനകീയ ചർച്ചകൾ നമ്മൾ സംഘടിപ്പിച്ചു. പുതിയ പാഠപുസ്തകം വരുന്ന സമയത്ത് PTA മീറ്റിങ്ങുകൾ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ടാവും. അന്ന് നമ്മളെല്ലാവരും എഴുതി ഒപ്പിട്ട് കൊടുത്തതാണെന്ത്? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് ഈ പാഠ്യപദ്ധതി ചട്ടക്കൂടിലുണ്ട്. അതൊരിക്കലും ശരിയല്ല. ബൈ ബർത്തിൽ തന്നെ ഒരാളെ മനസ്സിലാകും അതാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെയാണ് ഇപ്പോഴും പാഠപുസ്തകങ്ങൾ വന്നിട്ടുള്ളത്. അതനുസരിച്ച് കൊണ്ടാണ് ഇവിടെ ഇപ്പോഴും പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുള്ളത്. അതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ നമ്മുടെ ഉത്തരവാദിത്വം? അത് ഉത്തരവാദപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുക, അത് തിരുത്തുക എന്നത് ഇവിടെയുള്ള ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതെ ഇതാണ് പുരോഗമനം,
എന്നാണ് പറഞ്ഞു പോകുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇന്ന് ജെൻഡർ തിയറി തുടങ്ങി വെച്ച പല രാജ്യങ്ങളും അത് പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. റഷ്യ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, നൈജീരിയ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, ബ്രൂണെ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഉഗാണ്ട പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഗാന പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, പോളണ്ട് പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഹംഗറി പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, തുർക്കി പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്തോനേഷ്യ പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചൈനയും ഈജിപ്തും ഒക്കെ ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ തീവ്രവാദികൾ എന്ന് പോലും വിളിക്കുന്ന രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അവസാനം ഇതാ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തുറന്നു പറഞ്ഞിരിക്കുന്നു, ഇനി അമേരിക്കയിൽ 2 ജെൻഡറുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്ന് മെൻ ആൻഡ് വിമൺ, ആണും പെണ്ണുമല്ലാത്ത മൂന്നാമത്തെ ഒരു ജെൻഡർ അമേരിക്കയിൽ ഉണ്ടാവില്ല എന്ന് അമേരിക്കയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. മുമ്പ് അതല്ല അവരുടെ നയം. അവരുടെ നയം അങ്ങനെയായിരുന്നില്ല. മാത്രമല്ല, പുരുഷന്മാർക്ക് സ്ത്രീകളുടെ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിരോധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തേ ഇസ്ലാം പറഞ്ഞു? ഞാൻ നേരത്തെ ആയത്തോതി കളിപ്പിച്ചില്ലേ, 2 വർഗ്ഗേ ഉള്ളൂ മനുഷ്യരുടെ കൂട്ടത്തിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു വിഭാഗമല്ലേ? അതായത് ശരീരം ആണിൻ്റേത്, പക്ഷേ മെൻ്റലി അവരെ മനസ്സ് ഒരു പെണ്ണാണെന്നുള്ളത് തോന്നലുണ്ടാകുന്നു. അവരെയാണ് ട്രാൻസ് വിമൺ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ശരീരം സ്ത്രീയുടേത്, അവരുടെ മനസ്സ് പുരുഷനാണെന്ന് പറയുന്നു. അവരെയാണ് ട്രാൻസ് മെൻ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അത് വസ്തുതയാണ്, ഉണ്ട്. പക്ഷേ അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താ? ആ പരിഹാരം നിശ്ചയിക്കുന്നിടത്താണ് തകരാറ്. ഇവിടെ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ? പരിഹാരം അവരെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് അവരെ സർജറി ചെയ്ത് ആ മനസ്സിലേക്ക് മാറ്റണം എന്നാണ്. അതായത് ഒരു പുരുഷൻ്റെ ശരീരമുള്ള ഒരു പുരുഷൻ, പക്ഷെ അയാളുടെ മനസ്സും അതുപോലെയുള്ള കാര്യങ്ങളും അയാളുടെ ശബ്ദവും ഒക്കെ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ്. അയാൾക്ക് സ്ത്രീയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ പറയുന്ന പരിഹാരം എന്താണെന്ന് വെച്ചാൽ, അവന് സ്ത്രീയുടെ ലൈംഗികാവയവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവനെ സർജറിയിലൂടെ സ്ത്രീയാക്കി മാറ്റിയാണ് പരിഹാരം എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ സർജറി ചെയ്ത ആളുകളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ജീവിത കഥ നമ്മുടെ മുമ്പിലുണ്ട്. കരഞ്ഞുകൊണ്ട് ആളുകൾ വന്ന് പറയുകയാണെന്ത്, ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും കഴിയുന്നില്ല, ഒന്ന് തുമ്മാൻ പോലും കഴിയുന്നില്ല, ആ സർജറികൾ പലതും പരാജയമാണ് എന്ന് അനുഭവിച്ച ആളുകൾ പറയാണ്. അപ്പം എന്താ പരിഹാരം? അവരെ ശരീരം ഏതാണോ അതിലേക്ക് അവരുടെ മനസ്സിനെ പരിവർത്തിപ്പിച്ച് കൊണ്ടുവരാനുള്ള കൗൺസിലിങ്ങും ആ നിലക്കുള്ള മരുന്നും ഹോർമോണുകളും ഒക്കെ കൊടുത്ത് അവരെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ പുരുഷനായി പരിഗണിക്കണം, അല്ലെങ്കിൽ സ്ത്രീയായിട്ട് പരിഗണിക്കണം. അതല്ലാതെ അവർ വേറൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ മാർജിനലൈസ് ചെയ്യും. അപ്പോഴാണ് മാർജിനലൈസ് ചെയ്യപ്പെടുന്നത്, അപ്പോഴാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നത്, അപ്പോഴാണ് വിവേചനം ഉണ്ടാകുന്നത്, അപ്പോഴാണ് പ്രയാസമുണ്ടാകുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതം ഭാസുരമാകാൻ വേണ്ടി ശരിയായ രീതിയാണ് ഈ പറയുന്നത്. മനുഷ്യൻ്റെ ജന്മത്തിൽ പല പ്രയാസങ്ങളും പലർക്കും ഉണ്ടാകും. അത് കണ്ണില്ലാത്തവരുണ്ട്, കാതില്ലാത്തവരുണ്ട്, കേൾവിയില്ലാത്തവരുണ്ട്, മനസ്സിന് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതൊക്കെ ഉണ്ടാവാം. ആ രീതിയിലുള്ള ഒരു വിഷയമായിട്ടാണ് ഇത് കാണേണ്ടത്. അതിനെ അങ്ങനെ പരിഹരിക്കുക എന്നതല്ലാതെ അതൊരു വേറൊരു വിഭാഗം